പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് 7 ദിവസമാകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ ഗതാഗത വകുപ്പിൻ്റെ കമ്മീഷണറും അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും വിദേശ യാത്രയിലുമാണ്. ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകളിലെ കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 ദിവസമായി ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഈ മുടക്കത്തിന് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മന്ത്രിസഭയുടെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട ശ്രീ KB ഗണേഷ് കുമാർ MLA ഗതാഗത വകുപ്പിൻ്റെ ചുമതലയേൽക്കുകയും ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധിയായ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. നിലവിലുള്ള ടെസ്റ്റിംഗ് രീതികളെ പരിഷ്കരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന ആളുകളോ അതുപോലെ നമ്മുടെ സമൂഹമോ തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പരിണിത ഫലമാണ് കഴിഞ്ഞ 7 ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളത് വളരെയധികം നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ അവധി കാലഘട്ടത്തിൽ നിരവധിയായ ആളുകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് അതുപോലെ RC ബുക്ക് കാത്തിരിക്കുന്നവരുടെ എണ്ണവും ലക്ഷക്കണക്കിനാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തീകരിച്ച നിരവധിയായ ആളുകൾക്ക് 6-7 മാസമായും അവരെ ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുവാൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് പറ്റുന്നില്ല എന്നുള്ള പോരായ്മ കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനങ്ങളോ വകുപ്പ് മന്ത്രിയോ അതുപോലെ ഗതാഗത കമ്മീഷൻ അടക്കമുള്ള ആളുകൾ യാതൊരു വിധമായ പ്രതികരണങ്ങൾ നടത്തുവാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതി കേരളത്തിലെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധിയായ സമരങ്ങൾ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും യൂണിയനുകൾ നടത്തുകയാണ്. മെയ് 1 മുതൽ പുതിയ പരിഷ്കരിച്ച രീതിയുമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്ന് എല്ലാ യൂണിയനുകളും ഡ്രൈവിംഗ് സ്കൂളുകളും അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ CITU ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയും പക്ഷേ പ്രതിപക്ഷ സംഘടനകളായ മറ്റു പാർട്ടിയുടെ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നിരവധിയായ കാര്യങ്ങളാണ് പറയുന്നത്. ഡ്രൈവിങ്ങിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പരിഷ്കാരങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ കേരളത്തിൽ എവിടെയും ഇല്ല എന്നുള്ള ഒരു ആശയവുമാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉന്നയിക്കുന്നത്. ശരി തന്നെയാണ്. നമ്മൾ നിരവധിയായ സ്കൂളുകളിലും ഡ്രൈവിംഗ് പരിശീലനം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവിടെ ഇല്ല. പല ഗ്രൗണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലെ പത്തനാപുരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെയില്ല. പരിഷ്കരിച്ച രീതി അനുസരിച്ചുള്ള ഡ്രൈവിംഗ് ട്രാക്കുകളില്ല. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കടന്നു വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ശൗചാലയമില്ല, കുടിവെള്ളമില്ല. അതുപോലെ തന്നെ വലിയ വെയിലുള്ള സമയത്ത് കയറി നിൽക്കാൻ ഒരു ഷെഡില്ല. മഴയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയുണ്ട്. അതുപോലെ നമ്മളെ ഈ പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ട്രാക്കുകൾ ഒരുക്കുന്നതിൽ യാതൊരു വിധമായ സൗകര്യങ്ങളും ഇല്ല എന്നൊരവസ്ഥയാണ്. അപ്പോൾ പരിഷ്കാരങ്ങൾ നല്ലതാണ്, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നല്ലതാണ്. പക്ഷേ അതിന് ഉള്ള സംവിധാനങ്ങൾ അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുതകുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി നടത്തുവാൻ സംവിധാനം തയ്യാറായില്ല എങ്കിൽ ജനം വളരെയധികം ബുദ്ധിമുട്ടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വളരെയധികം മോശമായ സ്ഥിതിയിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ വളരെയധികം പ്രതിഷേധത്തിലാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രൂപപ്പെടുത്തണമെന്ന് മാത്രമാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.